ചേച്ചി ചേച്ചി ഒന്ന് സമാധാനപ്പെടേ. എന്തായാലും ഇനി ആ ജോസിന്റെ ശല്യം ചേച്ചിക്ക് ഉണ്ടാവത്തില്ലല്ലോ. അത് കരുതി ആരോട് ചോദിച്ചിട്ടാ ആ ജേസന്റെ കൈത്തിൽ താലി കെട്ടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടോ. അത് പിന്നെ ചേച്ചി ജോസിന്റെ അടുത്തുനിന്ന് ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ജേസൻ ചേട്ടൻ അങ്ങനെ ചെയ്തേ. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവുന്ന് എനിക്ക് ആലോചിക്കുമ്പോ തന്നെ പേടിയാവാ. ജേസൻ ചേട്ടൻ വന്നോണ്ടാ ഇന്നിപ്പോ ചേച്ചി ഇവിടെ ഇരിക്കുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ആ ജോസ് എന്തായാലും ചേച്ചിനെ കൊണ്ടേ പോകത്തുള്ളായിരുന്നു. അത് കരുതി രക്ഷിക്കാന് അവൻ ഇങ്ങനത്തെ ഒരു മാർഗ്ഗം കിട്ടിയുള്ളൂ. ഇപ്പൊ ആ ജോസ് പറഞ്ഞതൊക്കെ സത്യാന്നുള്ള രീതിക്കായില്ലേ. ഞാനിനി എന്ത് ചെയ്യും? ചേച്ചി ചേച്ചി എന്തിനാ അയാളെ പറ്റി ആലോചിക്കുന്നേ? എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ലൈഫാ ഇനി കിട്ടാൻ പോണേന്നാ. ചേച്ചി അതൊന്ന് മനസ്സിലാക്ക്. ലൂസി, നീയും അവനെ പോലെ കാര്യം അറിയാതെ പറയല്ലേ. എനിക്ക് ഇങ്ങനെ ലൈഫ് തരണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടോ. പിന്നെ എന്ത് ധൈര്യത്തിലാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തേ? ചേച്ചി നടന്ന് എന്തായാലും നടന്നതൊക്കെ നല്ലതിനാന്ന് വിചാരിച്ചാ പോരെ. എത്ര കാലം വിചാരിച്ചാ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നേ. ഇനിയെങ്കിലും ചേച്ചിന്റെ ലൈഫില് നല്ലതൊന്നും നടന്നോട്ടെന്നേ. എനിക്കിപ്പോ തൽക്കാലേ അങ്ങനെ ഒരു നല്ലത് നടക്കണ്ട. ഇത്ര കാലം നടന്നില്ലേ അതന്നെ മതി. ഞാൻ ഈ താലി ഊരി കളഞ്ഞിട്ട് ഞാൻ എവിടെങ്കിലും ഒരു മൂലയിൽ പോയി ജീവിച്ചോളാം. ചേച്ചി അമ്മ പറഞ്ഞതൊക്കെ ചേച്ചി കേട്ടല്ലേ? ചേച്ചിക്ക് കിട്ടിയത് നല്ല ലൈഫാണത്രേ. ചേച്ചി വേണ്ടാത്തൊരു തീരുമാനം എടുത്താ അമ്മ പിന്നെ ഒരിക്കലും നമ്മൾ കൂടെ കാണത്തില്ലെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ചേച്ചി എടുത്തോ പിടിച്ചെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കല്ലേ. ഒന്ന് ആലോചിച്ചിട്ടൊക്കെ എടുക്ക് ചേച്ചി പ്ലീസ്. സത്യം പറയുവാണെങ്കിൽ ചെകുത്താനും കടലിലും നടുക്ക് നിൽക്കുന്ന അവസ്ഥയാ. എല്ലാരും കൂടി ഒരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കൊന്നേക്ക്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി. എല്ലാം ചേച്ചിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ. എന്തായാലും ഇനിയുള്ള ലൈഫെങ്കിലും ചേച്ചിക്ക് നല്ലതാവുന്നേ. ചേച്ചി ഒന്ന് സമാധാനപ്പെടേ. നിന്നോട് എത്ര വട്ടം പറയുന്നുണ്ട് ലൂസി, എനിക്ക് ഈ ലൈഫ് തന്നെ വേണ്ടെന്ന്. പിന്നെന്ത് നല്ല ലൈഫെന്ന്? എനിക്ക് അങ്ങനെ ഒരു ലൈഫേ വേണ്ട. ഇത്ര കാലം ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നേ അങ്ങനെ തന്നെ ഞാൻ ജീവിച്ചോളാം. ലൂസി, നിന്റെ ചേച്ചിനോട് പറഞ്ഞേരെ. അവളിങ്ങനെ വാശി പിടിച്ചോണ്ടിരുന്നല്ലേ ഉള്ള നല്ല ജീവിതം പാടി തകരത്തേ ഉള്ളൂ. ഇപ്പൊ കർത്താവായിട്ട് അവൾക്ക് നല്ലൊരു ജീവിതം തന്നതാ. അത് വേറെ ആരുമല്ലല്ലോ, അവൾ ആദ്യം സ്നേഹിച്ച ചെക്കൻ തന്നെ. അവനാണെങ്കിൽ അവളെ പൊന്നു പോലെ നോക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും എന്റെ അടുത്തൊരു തെറ്റ് പറ്റിപ്പോയി. അത് തിരുത്താനുള്ള ഒരു അവസരമായിട്ടാ ഞാനിപ്പോ കാണുന്നേ. മര്യാദയ്ക്ക് ആ ചെറുക്കന്റെ കൂടെ അവളോട് പോവാൻ പറയും. അതാ അവക്കും അവളെ കുഞ്ഞിനും നല്ലൊരു ഭാവി കിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ലൈഫ് വേണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ എന്തുവാ ലൂസി? അവക്ക് വേണമെങ്കിൽ എന്നെ വേണ്ടാതിരിക്കാം. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. നിനക്ക് എന്നെ ജീവനോട് വേണമെങ്കിൽ നിന്റെ ചേച്ചിനെ അവന്റെ കൂടെ പറഞ്ഞേക്കാൻ നോക്ക്. അല്ലേലും ആര് ചെയ്യടി ഈ കാലത്ത് ഇങ്ങനെയൊക്കെ. അവനൊന്നും നോക്കാതെ നിന്റെ കൈത്തിൽ താലി കെട്ടി നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാന്ന് ആ നിമിഷം അവനോട് പറഞ്ഞില്ലേ. ഇനി എന്ത് വേണം? എന്തായാലും എന്റെ അടുത്ത് പറ്റിപ്പോയ തെറ്റാ നിന്റെ ജീവിതം ഇങ്ങനെ എത്തിപ്പെടാൻ കാരണം. ഇനി ആ തെറ്റ് പറ്റരുത്. അതുകൊണ്ടാ ഞാൻ പറയുന്നേ, നീ മോന്റെ കൂടെ തന്നെ ഇപ്പൊ തന്നെ പോയിക്കോ. ഇല്ല ലൂസി, അവള് അവന്റെ കൂടെ പോവാതെ ഞാൻ ഇനി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. അഥവാ ആ താലി ഊരി കളഞ്ഞ് അവൾ അവളെ ലൈഫ് നോക്കി പോകാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്റെ ശവമായിരിക്കും. ചേച്ചി ആർക്ക് വേണ്ടിയില്ലെങ്കിലും അമ്മയ്ക്ക് വേണ്ടി
പറയ്. ഒന്നുമില്ല. വേണ്ട, ഞാന് ഇവിടെ തന്നെ നിന്നോളാം. കിമ്മി ജന്മത്തെങ്ങാനും വരുമല്ലോ. എത്ര നേരെ ഓവനി കോത്തങ്ങനെ നിക്കുന്നു. ഓ, ഇവളെ കൊണ്ട് എന്താ തേജ? വേണ്ട, നീ തന്നെ പോയി കുടിച്ചോ. മിയ, അപ്പോ മിയ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ എന്തായാലും എന്റെ ലൂസി വന്നിട്ടുണ്ടാവല്ലോ. മിയനോട് ചോദിച്ചു നോക്കാം. മിയ, മിയ, ഒന്നും കൊണ്ട് വാ. അത് പിന്നെ അല്ല, അത് പിന്നെ നീ ഒറ്റക്കാണോ വന്നേ അതോ കൂടെ? അതെന്താ മിയ? അല്ല, അത് പിന്നെ ഞാൻ കരുതി നിന്റെ കൂടെ. ഞാൻ അവളോട് വരണ്ടാന്നേ പറയുള്ളൂ. കാരണം എന്റെ മുന്നിൽ എന്റെ ലൂസി വിഷമിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റത്തില്ല ജിം. ഫ്രണ്ട് ആയിട്ട്. പക്ഷെ മറ്റു ചിലർക്കൊക്കെ മനസ്സങ്ങ് കല്ലായി കിടക്കുക. അവർക്ക് പിന്നെ അവള് വിഷമിച്ചാലും വേദനിച്ചാലും ഒന്നും അങ്ങോട്ട് ഹേട്ടാവത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റെ ലൂസി കഴിഞ്ഞിട്ടെ വേറെ ആരും. എന്താ മിയ, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്നോട് ലൂസി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവള് എല്ലാം പറഞ്ഞ ജിം. എന്നാലും ഞാൻ നിന്റെ അടുത്തുനിന്ന് ഇത് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അറിയോ? അല്ല മിയ, അത് പിന്നെ എന്റെ സിറ്റുവേഷൻ. ഓക്കേ ഫൈൻ, എനിക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലാവും. കാരണം കിം എന്നോട് എല്ലാ കാര്യം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്റെ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ലൂസിക്ക് അത് പിന്നെ. ഹേ ഗായ്സ്, എന്താ ഇവിടെ ചർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്നേ? ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. ഞാൻ കരുതി ഇനിയിപ്പോ ഈ ജന്മത്തെ പ്രതീക്ഷിക്കണ്ടെന്ന്. സോറി മച്ചാ, ഞാൻ കുറച്ച് ബിസിയിലായി പോയെന്നേ. അതാ കുറച്ച് ലേറ്റ് ആയേ. അല്ല, എന്തായി എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഇല്ലല്ലേ? പറയുമ്പോൾ തന്നെ ഇനി അരമണിക്കൂറും പാടെ ഉണ്ടല്ലേ? സോറി. ഏത് സിറ്റുവേഷനിൽ തമാശ പറയണമെന്ന് പോലും അറിയാത്തൊരു ഇഡിയറ്റിനാണല്ലോ ഇത്രയും ദിവസം ചങ്കെന്ന് പറഞ്ഞു കൊണ്ടേ നടന്നത്. ഹേ മിയ, എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, ഇവിടുന്ന് പോകുമ്പോ ഈ ഡ്രസ് ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഡ്രസ്സൊക്കെ മാറി വന്നേക്കുന്നേ? അത് പിന്നെ പോണ വഴിക്ക് ഒരു ഓൾഡ് ലേഡി അറിയാതെ എന്റെ മേലേക്ക് വെള്ളം, അതായത് വേസ്റ്റ് വെള്ളം ഒഴിച്ചു. സോ ആ ഡ്രസ്സോടെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാ ഡ്രസ്സ് മാറി വന്നേ. അല്ല, എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓ മൈ ഗോഡ്, വാട്ട് എ മാച്ചിങ്. നോക്കി, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ തന്നെ നോക്കുന്നേ. നോക്കി, രണ്ടുപേരും റെഡ് ആൻഡ് റെഡ്. സെയിം പീച്ച്. അതൊക്കെ പോട്ടെ, നീ എന്നോട് എന്ത് പറഞ്ഞിട്ട് പോയെന്ന് ഓർമ്മയുണ്ടോ? അത് പിന്നെ സോറി മിയ, മറന്നു പോയി. അല്ല, ഞാൻ എന്ത് പറഞ്ഞിട്ട് പോയേ? കിം, എന്താണ് മച്ചാ? ഒന്ന് ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഓ നോ, ഞാൻ കുറച്ച് ബിസിയിലാണല്ലോടാ. കുറച്ച് കഴിഞ്ഞ് വന്നാ മതിയോ? കിം, കളിക്കല്ലേ, നിന്നോട് വരാനാ പറഞ്ഞേ. ഇങ്ങോട്ട് വാ. മിയ, 2 മിനിറ്റ് കേട്ടോ, ഞാൻ എപ്പോ വരെ? ഞാന് പുറത്തുണ്ടാവും. കുറച്ചു മുന്നേ എന്റെ ആന്റി വിളിച്ചായിരുന്നു. ഇവിടെ മ്യൂസിക്കിന്റെ സൗണ്ട് കാരണം നേരെ സംസാരിക്കാൻ പറ്റില്ല. ഞാനൊന്ന് എന്റെ ആന്റിനെ കോൾ ചെയ്തിട്ട് വരാം. ഓക്കെ ബേബി. എന്ത് ബേബിയോ? അയ്യോ, നിന്നെ വിളിച്ചതല്ല. അത് പിന്നെ പോണ വഴിക്ക് ബേബീസ് ഒക്കെ ഉണ്ടാവത്തില്ലേ, നോക്കി പോന്ന് പറയായിരുന്നു. അതാ. എന്നാ മിയ ചെല്ല്. ക്ഷമിക്കും മക്കളെ. ഇന്ന് മാത്രം അമ്മ നിന്നെ പറഞ്ഞയച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി എന്നും നിന്നെ കര കയറ്റാതെ പോയി പോകുന്നു. അമ്മന്റെ ഉള്ളിലൊരു പേടി മക്കളെ. അതുകൊണ്ടാ എന്റെ മക്കളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചേ. കർത്താവും അമ്മ ആഗ്രഹിച്ചപ്പോ തന്നെ മക്കളൊന്ന് കര
കരയുമ്പോ എന്റെ മക്കള് ഒരുപാട് വേദനിക്കുന്ന ആലോചിച്ചിട്ടാ അമ്മയ്ക്ക് അസുഖമുള്ള കാര്യം നിങ്ങളോട് പറയാഞ്ഞ്. ഇനി ഏറിപ്പോയ 3 മാസം ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞതാ. ഇപ്പൊ ഏകദേശം എന്റെ സമയം അടുക്കാറായി. ഓരോ ദിവസവും ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കായിരുന്നു, എന്റെ മക്കളൊന്ന് കര കയറ്റിയിട്ട് എനിക്ക് കണ്ണടച്ചാലും ഒരു കുഴപ്പമില്ലെന്ന്. ഇപ്പൊ കർത്താവ് എന്റെ വിളി കേട്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. എല്ലാം നല്ലതിന് വേണ്ടി മാത്രം. അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് മക്കളെ. ഇന്നത്തോടെ അമ്മ നിങ്ങളെ പിന്നീട് ഒരിക്കലും കാണത്തില്ലെന്ന്. അമ്മയ്ക്ക് നിങ്ങളെ വിട്ടു പോണതില് ഒരുപാട് സങ്കടമുണ്ട്. എന്നാലും എന്റെ മക്കള് കര കയറ്റിട്ട പോണെന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനം. ജയ്സൺ മോനെ നിങ്ങളെ പൊന്നു പോലെ നോക്കും, അതെനിക്ക് ഉറപ്പാ. മക്കളെ ലയ, ലൂസി, മക്കളെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മക്കളെ. എന്റെ ലോകം തന്നെ നിങ്ങൾ 2 പേരായിരുന്നു. ഇപ്പൊ അമ്മ നിങ്ങളെ വിട്ടു പോകാനാലോചിച്ച് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം അമ്മ എന്നും നിങ്ങളെ കൂടെ തന്നെ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും മക്കളെ. ജിം എന്താടാ ആലോചിക്കുന്നേ? അത് പിന്നെ അത് വിട്. അല്ല നീ എന്താ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞേ? എന്തുവാ കാര്യം? വേഗം പറ. അല്ലടാ അത് പിന്നെ ലൂസി. കമോൺ മച്ചാ, എന്തിനാ നല്ലൊരു ദിവസമായിട്ട് നിന്റെ എക്സിനെ കുറിച്ച് സംസാരിക്കുന്നേ? ലൂസിയെ നിന്റെ എക്സാ, നിന്റെ ന്യൂവേ തേജ. സോ അവളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. ദേഷ്യപ്പെട് ജിം, നന്നായിട്ട് ദേഷ്യപ്പെട്. അതിനു വേണ്ടിയല്ലേ ഞാനിപ്പോ എറിഞ്ഞട്ടെ. ഞാൻ പറയണ ഓരോ കാര്യങ്ങളും കേട്ട് കേട്ട് നിനക്ക് ദേഷ്യം വന്ന് നീ നിന്റെ കൺട്രോൾ എന്നെ വിട്ടിട്ട് ഉറക്കെ എല്ലാരും മുന്നോട്ട് വിളിച്ചു പറയണം നിനക്ക് തേജനല്ലേ ഇഷ്ടം ലൂസിനെയാന്ന്. അതിന് വേണ്ടിട്ടാ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നേ. നിന്റെ കയ്യിൽ ഒരെണ്ണം പേടിച്ചാലും വേണ്ടില്ല. എന്തായാലും നിന്റെ വായിന്നേ നിനക്ക് തേജനല്ല ലൂസിനെ ഇഷ്ടം പറയിപ്പിക്കാണ്ട് ഈ ഗെയിം എവിടുന്ന് പോവത്തില്ല. ഇതുപോലും ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്റെ ചങ്കാന്ന് പറഞ്ഞു നടക്കണേല് എന്തുവാണ് കാര്യമുള്ളേ? എടാ നീ ഇപ്പൊ നിന്നെ ചൂടാവുന്നേ? ഞാനുള്ളതല്ലേ പറഞ്ഞേ. ലൂസി ആരാ? നിന്റെ പഴയ ലവർ. ഇപ്പൊ നിനക്ക് എന്താ നടക്കാൻ പോകുന്നേ? എൻഗേജ്മെന്റ്. സോ ലൂസി നിന്റെ എക്സും തേജ നിന്റെ ന്യൂ അല്ലേ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ, അല്ലെങ്കിൽ തന്നെ മനുഷ്യ കൺട്രോൾ പോയോടെ ഇരിക്കുക. അന്നേരാ അവന്റെ ഒരു തമാശ. അല്ലടാ നിനക്ക് ഏത് സിറ്റുവേഷനിൽ തമാശ പറയണമെന്നുള്ളൊരു ബോധം പോലും ഇല്ലേ? എടാ ഞാനതിന് തമാശയല്ലേ പറഞ്ഞേ, സത്യാവസ്ഥയല്ലേ പറഞ്ഞേ. ശരി വിട്, നീ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. ഞാനേ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ലൂസി ആരാ? നിന്റെ ലവർ ആയിരുന്നവള്. ഇപ്പൊ ലവറല്ല, കാരണം നിന്റെയും തേജിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലയോ. അപ്പോ ലൂസി ആരാ? ലൂസി നിന്റെ പാസ്റ്റിലുള്ള ലവറിന് എന്താ പറയാ? എക്സ് എന്ന് പറയും, എക്സ് ലവർ എന്ന് പറയും അല്ലേ? അപ്പോ ഇന്ന് ആര് എൻഗേജ്മെന്റാ? നിന്റെയും തേജന്റെയും. അപ്പോ തേജ നിന്റെ ആരാ? നിന്റെ ന്യൂ. അതായത് ലൂസി നിന്റെ എക്സ് ലവർ ആണെങ്കിൽ നീ ഇപ്പൊ എൻഗേജ്മെന്റ് ചെയ്യാൻ പോണേ തേജ നിനക്ക് ന്യൂ അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇത് നിനക്ക് തമാശയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ക്ലിയർ ആയില്ലേ? ഗെയിം മാറി നിർത്ത്. ഏത് സിറ്റുവേഷനിൽ എന്ത് പറയണമെന്ന് പോലും ബോധമില്ലാത്തൊരു ഇഡിയറ്റ്. താങ്ക് യു. എനിക്കെന്തോ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നേ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ വീണ്ടും ഒരു വട്ടം ക്ലാരിഫൈ ചെയ്ത് തരട്ടെ. അതായത് ലൂസി നിന്റെ ഗെയിം വേണ്ട, നിർത്തിക്കോ. ഇനി കമാന്നൊരക്ഷരം മിണ്ടി പോരുത്. എന്തേ? അല്ല ഓക്കെ എന്ന് പറയായിരുന്നു. നീയല്ലേ കമാന്നൊരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞേ. അതാ മോളി കൊണ്ട് ഓക്കെ പറഞ്ഞേ. ഇത് നിന്റെ തെറ്റല്ലേടാ, എന്റെ തെറ്റാ. നിന്നെയൊക്കെ വിളിച്ചു കൊണ്ടെന്ന് ഇവിടെ ഇരുത്തിച്ചിട്ട് സംസാരിക്കാൻ നിന്നില്ലേ? എന്നെ വേണം പറയാനേ. എടാ വിട്. ഇനിയിപ്പോ ആ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോ നിനക്ക് ദേഷ്യാവുന്നുണ്ടെങ്കിൽ വേണ്ട. ഇനി ഞാൻ എന്നെ എക്സ് ആയ ലൂസിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല, പോരെ? ജിം കൂൾ. ജിം എന്താടാ, നീ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ ഇനി നിന്റെ എക്സ് ആയ ലൂസിനെ കുറിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടത്തില്ലെന്ന്. പിന്നെന്താടാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താടാ ഒരു ഹെൽപ്പിൽ നിർത്തിയേ? നിനക്ക് എത്ര ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കേ, കാരണം നീ എന്റെ ചങ്കല്ലേടാ. എന്നാലേ തൽക്കാലം എന്റെ ചങ്ക് കുറച്ചു നേരം ആ വാ ഒന്ന് അടച്ചിരിക്കോ? ഓക്കേ
ജിം, എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴും നീ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കാന്ന് എൻഗേജ്മെന്റ് മുടങ്ങാനായിട്ട്. കാരണം നിനക്ക് നിന്റെ ലൂസിനെ മറക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ജിം. ഗോഡിന്റെ മേലെ എല്ലാം ഗോഡ് കാണുന്നുണ്ട്. എന്തായാലും നിന്റെ ഏജന്റും എൻഗേജ്മെന്റ് നടക്കത്തില്ല. കിം, ആന്റി. എൻഗേജ്മെന്റിനുള്ള ടൈമായി. നീ ജിമിനെ കൂട്ടിട്ട് വാ. ഓക്കെ ആന്റി. കിം, കേട്ട് വാ പോവാം. അല്ല ആന്റി എൻഗേജ്മെന്റിന്റെ ടൈമായെന്ന് പറഞ്ഞിട്ട് പോലും ഇവൻക്ക് എന്താ ഒരു കുലുക്കവും ഇല്ലാത്തേ? എന്തായാലും എൻഗേജ്മെന്റ് നടന്നിട്ടൊന്നുമില്ലല്ലോ, നടക്കാൻ പോണല്ലേ ഉള്ളൂ. അപ്പോ ഇനിയും ടൈമുണ്ട്. നീ വരുന്നില്ലേ? പിന്നെ വരാണ്ടിരിക്കോ? അതും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന്. എന്താ ലൂസി അവിടെ തന്നെ നിൽക്കുന്നേ? ലൈനിങ് കൂട്ടി വാ, ഇതാ നമ്മളെ വീട്.